സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്നും 1.75 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചീക്കോട് ഗവൺമെന്റ് യു.പി. സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്കൂളുകളിലും വികസന സമിതി യോഗം വിളിച്ചു. ഈ സ്കൂളിലും വികസന സമിതി യോഗം വിളിച്ചു. അപ്പം അന്നത്തെ ഹെഡ്മാസ്റ്ററിനോട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഇവിടെയുള്ള വികസന സമിതിയിൽ ഇപ്പോൾ പെട്ട എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. കെട്ടിടം ചോർന്നൊലിക്കുന്നുണ്ട്, മറ്റൊരു കെട്ടിടത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്, അതെല്ലാം മാറ്റി കിട്ടണം എന്നുള്ള ഒരു അഭ്യർത്ഥന എൻ്റെ മുമ്പാകെ വെച്ചു. ഞാൻ ഹെഡ്മാസ്റ്റർ അടക്കമുള്ള ആളുകളോട് പറഞ്ഞു, ഇവിടെ ഒരു അസൗകര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ, ജിയോഗ്രഫിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശത്ത് കുട്ടികൾക്ക് കയറി വരാൻ ബുദ്ധിമുട്ട്, അധ്യാപകർക്ക് റിട്ടയർ ആകാൻ പ്രായമായ അധ്യാപകർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട്, ഇതൊരു അസൗകര്യമുള്ള സ്ഥലമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫണ്ട് അനുവദിക്കാം, ഫണ്ട് പ്രശ്നമല്ല, ഫണ്ട് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ ഇരനാജി അടക്കം അമീതമുള്ള മടക്കലടക്കം അന്ന് പങ്കെടുത്ത ഒരുപാട് ആളുകളുടെ പേരൊക്കെ എനിക്കറിയാം. എല്ലാവരും ഞാനിപ്പോൾ പേര് പറയുന്നു. കുണ്ടോട്ടി മണ്ഡലത്തിലെ ചീക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചീക്കോട് ഗവൺമെന്റ് യു.പി. സ്കൂളിൽ പുതുതായി നിർമ്മാണം പൂർത്തിയായ കെട്ടിടം ടി.വി. ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിൽ നിന്നും 1.75 കോടി രൂപ ചെലവഴിച്ച് 3 നിലകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ 15 ക്ലാസ് മുറികളും ആധുനിക സൗകര്യത്തോടെയുള്ള ശുചിമുറികളും ഉൾപ്പെടുന്നു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കൈ മുന്താസ് അധ്യക്ഷയായി. സ്കൂൾ കെട്ടിടത്തിന്റെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ ടീച്ചർ നിർവഹിച്ചു. അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ഗഫൂർ ആജി, കെ.പി. സയ്യിദ്, പഞ്ചായത്ത് PTA പ്രസിഡന്റ് യഹ്യ ബിനു ഷറഫ്, പി. നസീമ, അസ്ലം മാസ്റ്റർ, വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ, മലപ്പുറം DD കെ.പി. രമേശ് കുമാർ, വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ M. മണി, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവരും സംബന്ധിച്ചു. പണ്ടമില്ല പണ്ടം പുതുമയോടെ സഹാറ ഗോൾഡ് പാർക്ക്, കോട്ടപ്പടി, മലപ്പുറം.